ഹായ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് നമ്മളിന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുള്ള വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവരും ഫുള്ളായിട്ട് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിൽ കുറച്ച് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആദ്യം തന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ്. ചോറൊക്കെ ആദ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പാനൊക്കെ വെച്ചിട്ട് പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കുറച്ച് നല്ലോണം ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കുറച്ച് ചിക്കൻ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളെ ബീഫ് വേവ് വന്നത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മുഴുവനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പൊടികളൊക്കെ ഇടാനുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ അതിൽ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 2 ട്രിപ്പായിട്ടാണ് നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ കുറച്ച് 2 സ്പൂണ് കുരുമുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ കാശ്മീരി പൊടി പിന്നെ കറിവേപ്പില അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇത് ഇവിടെ നിന്ന് മാറ്റി വെക്കാൻ പോവുകയാണ്. ഞാൻ അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളിക്കറിയാണ്. തക്കാളി ചമ്മന്തി തക്കാളി ചട്ടിനി എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ അതിന് വെളിച്ചെണ്ണ കൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് കുറച്ച് സവാള പിന്നെ കുറച്ച് തക്കാളി ആവശ്യത്തിനുള്ളത് ഇട്ടെടുത്ത് പച്ചമുളക് ഇട്ടെടുത്ത് ഒന്ന് ഇളക്കിയിട്ട് നമ്മളവിടെ അടച്ചു വെക്കണ്ടോ വെന്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതാ നമ്മളെ ചിക്കനൊക്കെ അവിടെ കടന്ന് വേവുന്നുണ്ട്. പിന്നെ അടുത്തത് മുട്ട പൊരിക്കാൻ പോവുകയാണ്. ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ ഉള്ളി മുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മുട്ട പൊരിക്കാനുള്ള പാന് അതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ എല്ലാം ഒപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ കൊഴിച്ച് മുട്ട അതിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടച്ച് വെക്കും. തീ വളരെ കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കും. അപ്പോൾ അതവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്നത് പിന്നെ വാഴക്ക കൂട്ടാൻ വാഴക്കുപ്പേരി എന്നൊക്കെ പറയും. അപ്പോൾ ഇതിൽ വാഴക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലിട്ടിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം മുളകൊക്കെ നമ്മളിഞ്ഞ് തേങ്ങ അരച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ. മുട്ടയൊക്കെ വെന്ത് വന്ന് പിന്നെ അപ്പുറം സൈഡൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ വാഴക്ക ഉപ്പേരിക്കുള്ള കുക്കറൊക്കെ ഗ്യാസിൽ വെച്ച് കൊടുത്ത് ഞാൻ അതൊക്കെ അവിടെ അടച്ച് വെക്കുകയാണ്. പിന്നെ അപ്പോൾ ഇതിന് തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കറിവേപ്പില ഉപ്പ് കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് അവിടെ നിന്ന് മാറ്റി വെച്ച് ഇതാ ഈ കുക്കറിൽ ഇനി ഇത് ഇറച്ചി വേവിച്ച കുക്കറാണ് കേട്ടോ. അതിൽ നമ്മളിനി ഉണ്ടാക്കാൻ പോണത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ കുറച്ച് ഇത് ചോറുണ്ടാക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ചോറുണ്ടാക്കാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സവാള തക്കാളി കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് മസാലപ്പൊടികൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുരുമുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചോറാണ് ഉണ്ടാക്കുന്നത് രാവിലേക്ക് മാത്രം. ചകോതിച്ചോറാണല്ലോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഇനി അതൊന്ന് തിളച്ച് വരട്ടെ.
അങ്ങനെ തിളച്ച് വന്നപ്പോൾ നമ്മൾ ചിക്കൻ്റെ നെയ്യുള്ള ഭാഗങ്ങളൊക്കെ ഒരു 2-3-4 കഷ്ണം അതിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒന്ന് ചോറിനൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ അതിൽ തപ്പി തിരഞ്ഞെടുത്ത് അതിലിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ അതിലിട്ട് കൊടുത്ത് പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ്. ഇത് പച്ചരിയാണ്, നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി. അത് വെച്ചിട്ടാണ് ചോറുണ്ടാക്കുന്നത്. അങ്ങനെ അത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നാൽ നമ്മൾ ഓഫാക്കും. നമ്മൾ വാഴക്ക കൂട്ടാനും ചോറും ഒക്കെ അവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കന് സാവധാനത്തിൽ അവിടെ ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ വാഴക്ക കൂട്ടാനൊക്കെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വാഴക്ക കൂട്ടാൻ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ വാഴക്ക വെന്തത് അതിലിട്ടെടുക്കുകയാണ്. വാഴക്ക നല്ലോണം വെന്ത് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ടെടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ തേങ്ങയൊക്കെ അരച്ചത് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ കുറച്ചുകൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ വാഴക്ക കൂട്ടാൻ അവിടെ റെഡി ആയിട്ടോ. ഇനി മാങ്ങാ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങാ ചമ്മന്തി ഒക്കെ റെഡിയായി. ഇനി നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ വാഴയിലൊക്കെ ഇന്നലെ തന്നെ വാട്ടിയൊക്കെ വെച്ചിരുന്നു കേട്ടോ, ഇന്നലെ വൈകുന്നേരം. അപ്പോൾ ചോറൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് നമ്മൾ ബീഫ് കറികളൊക്കെ ഉണ്ടാക്കിയ കറികളൊക്കെ അതിൽ ഓരോന്ന് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ബീഫ് കുറച്ചിട്ട് കൊടുത്ത് പിന്നെ ചിക്കന് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് പിന്നെ വാഴക്ക കൂട്ടാൻ ഇട്ട് കൊടുത്ത് പിന്നെ ഓംലെറ്റ് നമ്മൾ 3 കഷ്ണം ആക്കിയിട്ടുണ്ട്. 3 പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓംലെറ്റും വെച്ച് കൊടുത്ത് പിന്നെ ഇനി തക്കാളി കറി വെച്ച് കൊടുക്കുകയാണ്. തക്കാളി കറിയല്ല, തക്കാളി ചമ്മന്തി പറയും. അത് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങാ ചമ്മന്തി കുറച്ച് അധികം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറും പിന്നെ പപ്പടത്തിൽ വെച്ച് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് വെച്ചിട്ടില്ല. അത് നമ്മളെ വിഭവങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊടുത്ത് ഉഷാറായിട്ടുണ്ട്. നല്ലോണം ഒന്ന് പൊതിഞ്ഞ് കെട്ടി വെക്കുകയാണ്. നല്ല ഉഷാറായിട്ട് സാവധാനത്തിൽ അങ്ങനെ പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. ഇത് പൊതിഞ്ഞിട്ട് നമ്മൾ റബ്ബറൊക്കെ ഇട്ടിട്ട് വെക്കും. അങ്ങനെ അവിടെ വെക്കുകയാണ്. അപ്പോൾ അത് രാവിലെ 7:30 അത് പൊതിഞ്ഞ് വെക്കുകയാണ് കേട്ടോ. നമ്മൾ ഉച്ചക്കാണ് കഴിക്കുക. അപ്പോൾ അതായത് നമ്മൾ ചോറ് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് രാവിലെ കഴിക്കാൻ. അപ്പോൾ അത് ഇനി കഴിക്കാൻ പോവുകയാണ്. അതൊക്കെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ. ചോറ് നല്ല രസമുണ്ട് കഴിക്കാൻ. അതുകൊണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈയും ബീഫൊക്കെ കുറച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഓക്കേ.